ഒരിക്കൽ ഒരു സ്കൂളിൽ കാർട്ടൂൺ മത്സരം നടക്കുകയാണ്. അവിടെ അധ്യാപകൻ കുട്ടികൾക്ക് ഒരു വിഷയം കൊടുത്തു. വിഷയം ഇതാണ്: വിശ്വാസവും സത്യവും. വിശ്വാസവും സത്യവും എന്ന വിഷയം കൊടുത്തപ്പോൾ ആ കാർട്ടൂൺ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ കാർട്ടൂൺ വളരെ രസകരമായ ഒരു കാർട്ടൂണാണ്. എന്താ പറയാമോ? അതിലെ 3 ചിത്രങ്ങളാണ്. 1ാമത്തെ ചിത്രം, അധ്യാപകൻ കുട്ടിയോട് ചോദിക്കുന്നു, എന്താണ് മകനെ വിശ്വാസവും സത്യവും തമ്മിലുള്ള വ്യത്യാസം? അധ്യാപകൻ കുട്ടിയോട് ചോദിക്കുക. 2ാമത്തെ ചിത്രം, കുട്ടി വീട്ടിൽ ചെന്ന് അപ്പനോട്, അപ്പ എന്താണ് വിശ്വാസവും സത്യവും? 3ാമത്തെ ചിത്രം ഇതാണ്, അപ്പൻ കുട്ടിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. അതാണ് രസം. ആ മറുപടി പ്രകാരമായിരുന്നു: മകനെ, നിന്റെ അമ്മയാണെന്നത് സത്യവും നിന്റെ അപ്പൻ അപ്പനാണെന്നത് ഒരു വിശ്വാസവും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസവും സത്യവും തമ്മിൽ ഇത്ര മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന കാർട്ടൂൺ എനിക്ക് വളരെ ഇഷ്ടമായി. എന്താണ് കാരണം എന്നറിയാമോ? ഒരു വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ആർക്കും അറിയാത്ത കാര്യമാണ്. അത് നമ്മൾ വിശ്വസിക്കുകയാണ്. ഉദാഹരണത്തിന്, അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ അമ്മയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചതെന്ന്. അതൊരു സത്യമായൊരു കാര്യമാണ്. പക്ഷേ അപ്പനെന്ന് പറയുന്നത് അമ്മ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അതാണ് അപ്പൻ. അത് വിശ്വസിച്ചു കൊള്ളണം. നാം ആരെങ്കിലും അപ്പനെ അപ്പ എന്ന് വിളിക്കുമ്പോൾ DNA പരിശോധന കഴിഞ്ഞിട്ടാണോ നമ്മൾ പറയാറ്? അല്ല, നമ്മളത് വിശ്വസിക്കുകയാണ്. എൻ്റെ അപ്പൻ അപ്പനാണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ അന്ധവിശ്വാസവും ഈ സത്യവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? നാം വിശ്വസിക്കുന്ന കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. എന്നാൽ നാം വിശ്വസിക്കുന്ന കാര്യം സത്യമാണ് എന്നിരിക്കുകയാണെങ്കിൽ അത് സത്യവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ധവിശ്വാസവും സത്യവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്ന വിഷയം ആവശ്യമുള്ള കാര്യമാണോ? തീർച്ചയായും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പല കാര്യങ്ങളും നാം വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ ബസ് ഡ്രൈവർ മുന്നോട്ട് യാത്ര എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കുകയാണ്. ആള് തട്ടുമുട്ടുമില്ലാതെ ഈ വണ്ടി അങ്ങോട്ട് എത്തിക്കും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ആ വാഹനത്തിൽ കയറിയിരിക്കുന്നത്. ആ വ്യക്തി തനിക്ക് ഇഷ്ടംപോലെ തോന്നിയതുപോലെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഭയപ്പെടാൻ തുടങ്ങും. ഇത് ശരിയല്ലല്ലോ ഈ വണ്ടിയുടെ പോക്ക്. എന്താ കാരണം? എനിക്ക് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതുകൊണ്ടാണ് വിശ്വാസവും സത്യവും തമ്മിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഉദാഹരണം ചിലർ ചോദിക്കാറുണ്ട്, ഈ ശാസ്ത്രം അതുപോലെ തന്നെ ദൈവവിശ്വാസവും രണ്ടും ഒരുമിച്ച് എങ്ങനെയാ പോകുക? ഒന്നുകിൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വിശ്വസിക്കണം. രണ്ടും ഒരുമിച്ച് കൂട്ടിമുട്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും ഞാനൊരു വീഡിയോ പ്രകാരം കാണുകയാണ്. ഒരു അധ്യാപിക ഇങ്ങനെ പറയുക, അത് ഇപ്രകാരമാണ്: നമ്മുടെ സ്കൂളുകൾ ഒരു ചതി ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ചതി എന്നറിയാമോ? സ്കൂളിൽ അസംബ്ലിക്ക് നിർത്തുമ്പോൾ കുട്ടികളോട് പറയും പ്രാർത്ഥനാദാനം, കുട്ടികളോട് പ്രാർത്ഥിപ്പിക്കും. ദൈവമുണ്ടെന്നും ദൈവം ചെയ്തു തരുന്നു പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പരിണാമമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇങ്ങനെ ഒരേ സമയം ശാസ്ത്രവും ഒരേ സമയവും ദൈവവിശ്വാസം കൊടുക്കുന്നത് സ്കൂളിൽ നിന്ന് നല്ലതല്ല. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ശാസ്ത്രം മാത്രം കൊടുത്താൽ മതി, ദൈവ വിശ്വാസം കൊടുക്കരുത്, പ്രാർത്ഥനാഗാനം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപിക പ്രസംഗിക്കുക. അതിനിടയിൽ നിറയെ ലൈക്കുകളും കയ്യടികളുമാണ്. നല്ല കാര്യമാണ് പറഞ്ഞത്, ശരിയാണ്. നമ്മുടെ സ്കൂളുകളിൽ നിന്നെല്ലാം പ്രാർത്ഥന എടുത്തു മാറ്റണം. ദൈവമില്ലാത്തതായിരിക്കണം നമ്മുടെ സ്കൂളുകൾ, എങ്കിൽ മാത്രമേ ശാസ്ത്രം മനസ്സിലാവുകയുള്ളൂ എന്ന രീതിയിൽ
അതിനിടയിൽ കമന്റുകളും ലൈക്കുകളും വന്നിരിക്കാം. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശാസ്ത്രവും വിശ്വാസവും ഒരേ ലെവലിൽ പോകുമോ? തീർച്ചയായും പോകും. എന്താ കാരണം അറിയാമോ? ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നാ. എന്നാൽ മതം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എന്തിനുണ്ടായി എന്നാ. ഹല്ലേലൂയ. അതായത് ശാസ്ത്രത്തിന് ഒരിക്കലും മനുഷ്യൻ എന്തിനാ ഉണ്ടായേ എന്ന് ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ സാധ്യമല്ല. എന്നാൽ മതത്തിന് ഒരിക്കലും മനുഷ്യൻ എങ്ങനെയാ ഉണ്ടായേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് രണ്ടും സത്യത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. നമ്മൾ കരുതുന്നത് പോലെ ഒരു ഭാഗം മാത്രം ശരി എന്നല്ല. ഒരിക്കലേ എന്നോട് സംബന്ധിച്ച ഒരു സുഹൃത്ത് പറയുക, ബൈബിളിൽ ബ്രദറെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കൂ, അതിനാൽ ശാസ്ത്രം പറയുന്നത് തെറ്റാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ബ്രദറെ, നമ്മുടെ ഈ ഭൂമിയുടെ മീതെ ആകാശമുണ്ട്, ഈ ആകാശത്തിന് മീതെ വെള്ളമുണ്ട്. മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നീല നിറത്തിൽ കാണുന്നത് വെള്ളമാണ്. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുമ്പോൾ മുകളിൽ നിന്ന് മഴ താഴോട്ട് വരികയാണ്. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതേ വിശ്വസിക്കൂ, ശാസ്ത്രം വിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ചിലരുടെ ബൈബിൾ വ്യാഖ്യാനം ഇപ്രകാരമായി പോവുക. എന്താ കാരണം? ശാസ്ത്രമില്ലാത്ത മതം എന്നാണ് അതിനെ പറയുക. അതായത് ശാസ്ത്രമില്ലാത്ത മതം അന്ധവും മതമില്ലാത്ത ശാസ്ത്രം മുടന്തുള്ളതുമാണ്. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ. അതായത് അങ്ങനെയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ, ഇന്നത്തെ കാലത്തൊക്കെ വിമാനം ഉണ്ടല്ലോ, വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ മേഘത്തിന്റെ മുകളിലൂടെ വിമാനയാത്ര ചെയ്യുന്നു, മഴ അടിയിൽ പെയ്യുന്നു, മുകളിലൂടെ പെയ്യുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ആകാശത്തിന് കിളിവാതിൽ തുറന്നിട്ടാണ് മഴ പെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കാർമേഘത്തിന്റെ മുകളിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ എന്തേ മഴ വിമാനത്തിന് മീതെ പെയ്യാത്തത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുക. അതല്ല വിശ്വാസത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. വിശ്വാസവും സത്യവും അല്ലെങ്കിൽ വിശ്വാസവും ശാസ്ത്രവും പരസ്പരം പൂരകങ്ങളാണ്. ഹല്ലേലൂയ. അതല്ലാതെ വിശ്വാസം മാത്രം അല്ലെങ്കിൽ ഇന്നതാണ് ശരി, ബൈബിളിൽ ഇങ്ങനെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ആ ശാസ്ത്രമാണ് ശരി എന്ന് കടുംപിടുത്തം കത്തോലിക്ക സഭ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു നേർരേഖ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ശാസ്ത്രത്തിലെ യുക്തി ചിന്തയ്ക്ക് അതുപോലെ ഇന്ദ്രിയ അനുഭവത്തിനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഉൾക്കാഴ്ചകൾ, ധ്യാനാത്മകമായ ചിന്തകൾ, ഇവയാണ് സത്യത്തിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ തലം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് വിശ്വാസം? നമുക്ക് കാണാൻ പോകാം. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം എന്ന് ഒറ്റ വാക്യം ചോദിച്ചാൽ അപ്പൊ നമ്മൾ പറയും എബ്രായർക്കെഴുതിയ 11-1 വാക്യം. അതാണ് നമ്മുടെ സാധാരണയുള്ള വചനം. ഏതാ വചനം? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. എബ്രായർ 11:1. ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യം, ആ ചോദ്യം ഇപ്രകാരമാണ്. ഡിങ്കൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഡിങ്കൻ ആരും കണ്ടിട്ടില്ല. ഡിങ്ക രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ഡിങ്കം വന്ന് രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ആർക്കും വിശ്വാസമില്ല. ഹല്ലേലൂയ. അപ്പോൾ കാണപ്പെടാത്ത ഉണ്ട് എന്ന് വിശ്വസിക്കുകയും പ്രത്യാശ ലഭിക്കും എന്ന് പറയുന്ന ഉറപ്പുമല്ലേ വിശ്വാസം? അപ്പൊ ഡിങ്കൻ കാണപ്പെടാത്ത ഡിങ്കൻ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ഡിങ്കൻ രക്ഷിക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്താൽ വിശ്വാസമില്ലേ? പ്രൈസ് ദി ലോർഡ്. അതല്ല വിശ്വാസം. പിന്നെയോ എന്ത് നാം വിശ്വസിക്കണമെന്നുള്ളത് അത് സത്യവിശ്വാസം. അത് വ്യക്തമായിട്ടുണ്ടെന്നേ. ഹല്ലേലൂയ. എന്താണത്? അതിനെ സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. എന്താണെന്നറിയാമോ? വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യന്റെ ദൈവ അന്വേഷണത്തിനോട് ദൈവം നൽകുന്ന
വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ദൈവ അന്വേഷണത്തിനോട് ദൈവം നൽകുന്ന വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വിശ്വാസം പ്രമാണത്തിന് തൊട്ട് മുമ്പ് എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിക്കുന്നത്? ഈ 3 കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. ആദ്യത്തെ ഭാഗം എന്താണ് മനുഷ്യന്റെ ദൈവാന്വേഷണം, അടുത്ത ഭാഗം എന്താണ് അതിന് ദൈവം നൽകുന്ന വെളിപാട്, മൂന്നാമത്തെ ഭാഗം അതിന് മനുഷ്യൻ നൽകുന്ന ഉത്തരം എന്താണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് മനുഷ്യന്റെ ദൈവാന്വേഷണം? മനുഷ്യൻ ദൈവാന്വേഷണം നടത്തണം. എന്തിനാ അന്വേഷണം നടത്തണേ? അതിന് കാരണമുണ്ട്. അതായത് ഈ ലോകത്തിലേക്ക് നോക്കുന്ന മനുഷ്യൻ ലോകത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ഇതാരാണ് സൃഷ്ടിച്ചത്? ഇത്ര മനോഹരമായി, ഇത്ര ക്രമവൽകൃതമായി ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ഒരു മനുഷ്യൻ ചോദിക്കണം. അതാണ് മനുഷ്യന്റെ അന്വേഷണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചോദിക്കുമോ മനുഷ്യൻ? ഓ ബ്രദറെ, ഇതൊക്കെ തനിയുണ്ടായതല്ലേ? അങ്ങനെയല്ലേ ശാസ്ത്രം പഠിപ്പിക്കുന്നത്? ജീവൻ തനിയുണ്ടായതല്ലേ? ഇതെല്ലാം ക്രമമായി തനിയുണ്ടായതല്ലേ? പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രം അങ്ങനെ തനിയെ ഉണ്ടായി എന്ന് കൺഫേം ചെയ്ത് പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ പറയാമോ? ഇവയെല്ലാം തനിയെ ഉണ്ടാകാനുള്ള ചാൻസ് ശാസ്ത്രത്തിന്റെ കണ്ണിൽ 0.000000001%. അതായത് സാധ്യത ഇല്ലെന്ന് ചുരുക്കം. എന്താ കാരണം? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടില് ഒരു ടി വി വർക്ക് ചെയ്യാം. ആ ടി വി വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഒരു മെഷീൻ അല്ല, ടി വി ഒരു മെഷീനാണല്ലോ. വന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് പ്ലഗ് ഓൺ ചെയ്ത് അപ്പോൾ വൈദ്യുതി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എവിടെയോ എടുത്ത ഒരു വീഡിയോ സാറ്റലൈറ്റ് മുഖാന്തരം ഇങ്ങനെ വന്ന് ടി വിയിലൂടെ നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്. എന്തൊരു അത്ഭുതമല്ലേ? ഇങ്ങനെ ഒരു ടി വി പ്രവർത്തിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ഒരു ടി വി പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇത് തനിയെ ഉണ്ടാവുന്നതാണ്. ഈ ടി വി എന്ന് പറയുന്നത് തനിയെ ഉണ്ടാകുന്നതാണ്. കുറെ ഇരുമ്പ് കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ചേർത്ത് വെച്ചിട്ട് മുമ്പിലൊരു ചില്ല് വെച്ചപ്പോൾ തനിയെ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പറയും, ആ ബ്രദർ അങ്ങനെ പറയണ്ട, ഇതൊക്കെ ഒരു മനുഷ്യൻ വളരെ ഭംഗിയായി ക്രമമായി എല്ലാം കൂട്ടി യോജിപ്പിച്ച് സൃഷ്ടിച്ചതാണ് എന്നേ പറയൂ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അത് ക്രമമായി സൃഷ്ടിച്ചത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഒരു ടി വി. ഏതൊരു സാധനവും ഭംഗിയായി ക്രമമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. മനുഷ്യനുണ്ടാക്കിയവയാ. അങ്ങനെ മനുഷ്യനുണ്ടാക്കിയ ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു ക്രമമുള്ള ഒരു വസ്തുതയാണിതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യ ശരീരം, ഇതൊരു അത്ഭുതമാണെന്നറിയാം. എന്തൊരു അത്ഭുതമാണെന്നറിയാം. വൈദ്യുതി കൊടുത്തപ്പോൾ ചിത്രം കാണുന്ന ടി വി എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യ ശരീരം നമ്മൾ കുറച്ച് ചോറെടുത്ത് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകാംശങ്ങളായി ചോരയായി മാറുകയാണ്. എന്തൊരു അത്ഭുതം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, എന്തൊരു അത്ഭുതം. എവിടെയൊക്കെ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിലൂടെ ചിത്രങ്ങളായി നമ്മുടെ തലച്ചോറ് വിവേചിച്ചറിഞ്ഞൊരു വസ്തുവിനെ നമ്മൾ കാണുന്നത്. അത്ഭുതം. ഒരിക്കലും ഒരു ഡോക്ടർ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അമ്മായിയപ്പനുമായി ഞാൻ ആ ഡോക്ടറുടെ ഒരു ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ദ്വാരത്തിൽ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ മൂക്കിലൂടെ ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണിലേക്കൊരു ദ്വാരം ഇട്ട് തന്നു. ഓൾറെഡി ഉള്ള ദ്വാരം വന്നത് അടഞ്ഞതാണ് ശരിയാക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ ബ്രദറേ? ഒരു കാര്യം അറിയോ? ഈ കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കണ്ണുനീർ അധികമുള്ളത് മൂക്കിലൂടെ പ്രവേശിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അത്ഭുതം എന്താണെന്നറിയാമോ? ഈ വെള്ളം
കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് പോകുന്നതിന് വേണ്ടി സ്ക്വീസ് ചെയ്യുന്ന ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഈ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഉണ്ട് ബ്രദറെ. ഇതൊരു അത്ഭുതമല്ലേ എന്നൊരു ENT സ്പെഷ്യലിസ്റ്റ് എല്ലാറ്റിലും ദൈവത്തിന്റെ അത്ഭുതം കാണുന്ന അദ്ദേഹം എന്നോട് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഈ മനുഷ്യ ശരീരം. എന്തൊരു ക്രമമാണ്, എന്തൊരു സൗന്ദര്യമാണ്. ഇതൊക്കെ ഒരാൾ സൃഷ്ടിക്കാതെ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടനാണോ? നിങ്ങളുടെ വീട്ടിലൊരു പാവയുണ്ട്, ഈ പാവ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം എന്താ? അതിന് ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഡിസൈനുള്ള ഒരു വസ്തുവിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്. ഹല്ലേലൂയ. ഇതേപോലെ മനുഷ്യ ശരീരം വളരെ ഡിസൈൻഡ് ആണ്. ഈ ഭൂമി വളരെ ഡിസൈൻഡ് ആണ്. സൂര്യനിൽ നിന്ന് ഇത്രമാത്രം അകലെ, ഇത്രമാത്രം അടുത്ത്, കറക്റ്റ് പൊസിഷനാ. സൂര്യന്റെ അടുത്ത്, ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു സംഭവമാണ്, ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ രാത്രിയാകുമ്പോൾ -200 മേലെയാ. ചന്ദ്രനിൽ പകലാകുമ്പോൾ 60 ഡിഗ്രിക്ക് മേലെയാ ചൂട്. അവിടെ ജീവന് നിലനിൽക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായാണ് ഭൂമിയെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ജീവന് നിൽക്കാൻ സാധ്യമാവുന്ന രീതിയിൽ അത്രയും കറക്റ്റ് ക്രമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ലോകത്തിലേക്ക് നമ്മളായിരിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജനാ. 1% ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ തീപിടുത്തം ഉണ്ടാകും. 1% ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവികളെല്ലാം ചത്തൊടുങ്ങും, ശ്വാസം കിട്ടാതെ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുക. ഇതിനെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കണമെന്ന് അറിയാമോ? നമുക്ക് ആ വചനം കേൾക്കാം. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ഹല്ലേലൂയ. എന്താണ് ഒഴികഴിവില്ലാത്തതിന് കാരണം? അല്ലയോ മനുഷ്യ, നീ ദൈവത്തെ അന്വേഷിക്കണം. കാരണം കാണുന്ന സൃഷ്ടവസ്തുക്കളിൽ ദൈവത്തിന്റെ ആ മനോഹരമായ അനന്ത പ്രകൃതി, അനന്ത ജ്ഞാനവും ദൈവത്വവും സ്പഷ്ടമായി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ മനുഷ്യ, നീ ദൈവത്തെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവാന്വേഷണത്തിന്റെ കാരണം. ഇങ്ങനെ ലോക ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ആളുകളും ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോ ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദൈവം തന്നെ വെളിപ്പെടുത്തണം. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗവും നരകമുണ്ട്. പറഞ്ഞേ സ്വർഗവും നരകമുണ്ട്. പിന്നെ എന്താ സംശയം? സ്വർഗവും നരകമുണ്ടല്ലോ. ആര് പറഞ്ഞു? ഇതിപ്പോ സഭ പഠിപ്പിക്കുന്നുണ്ടല്ലോ സ്വർഗവും നരകമുണ്ട്. നമ്മളോട് വിശ്വസിക്കുന്നു സ്വർഗവും നരകമുണ്ട്. ഉണ്ടാവോ? സ്വർഗവും നരകം ഉണ്ടാവോ? സംശയായി. അപ്പൊ ഒരു ചോദ്യം. എൻ്റെ അപ്പാപ്പൻ മരിച്ചുപോയി. എൻ്റെ അപ്പാപ്പൻ മരിച്ചു പോയിട്ട് കളറിലാക്കി അടച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് 3-ാം ദിവസം അച്ഛൻ വീട്ടില് അന്നതയെല്ലാം വരുമല്ലോ, വീട്ടന്നതയെല്ലാം. ഇങ്ങനെ വീട്ടന്നത ചെല്ലാനായിട്ട് വരുന്ന സമയത്ത് അപ്പാപ്പൻ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എന്താ ചെയ്യ? എന്നിട്ട് അപ്പാപ്പൻ വന്നിട്ട് പറയാണ്, മക്കളെ സ്വർഗവും നരകവും ഉണ്ട്. ഞാൻ മരിച്ചപ്പോ പോയി കണ്ടു, സ്വർഗവും നരകം ഉണ്ടെന്ന് കണ്ടു എന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? പ്രൈസ് ദി ലോർഡ്. അല്ല, ചിലരൊക്കെ ചോദിക്കാറില്ലേ, ബ്രദറെ സ്വർഗവും നരകം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? മരിച്ചിട്ട് ആരെങ്കിലും തിരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ സ്വർഗവും നരകം ഉണ്ടെന്ന്? പിന്നെ എങ്ങനെയാ സ്വർഗവും നരകം ഉണ്ടെന്ന് വിശ്വസിക്കുക? അല്ലേ? ന്യായമായൊരു ചോദ്യം. അപ്പൊ അത് സംഭവിക്കണം. ചിന്തിച്ചു, സംഭവിക്കണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ അപ്പാപ്പൻ മരിച്ചു കഴിഞ്ഞിട്ട് 3-ാം ദിവസം വീട്ടെണ്ണയുടെ സമയത്ത് വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്?
സ്വർഗം നൽകുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. വിശ്വസിക്കാൻ മടിയുണ്ടോ? അങ്ങനെ സംഭവിക്കില്ല ബ്രദർ, അത് ഇല്ലാത്ത കാര്യം. ഉണ്ടായാൽ എന്ത് ചെയ്യും? അതാ ചോദ്യം. അങ്ങനെ സംഭവം ഉണ്ടായാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. വിശ്വസിക്കും. എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കത്തോലിക് സഭ ഇന്നും നിലനിൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കണം. കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന്, ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു: സ്വർഗവും നരകവും ഉണ്ട്, ദൈവമുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഉയർപ്പുണ്ട്, നിങ്ങൾ ആത്മാവിന് രക്ഷയുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ക്രിസ്തു മതം എന്നിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താ ക്രിസ്തു മതം നിലനിൽക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഓരോ ക്രിസ്ത്യാനി ഇത് മനസ്സിലാക്കണം. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, മരിച്ചുപോയ ഒരു വ്യക്തി, സ്വർഗവും നരകവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തിരിച്ചു വന്ന് പറയുക, മക്കളെ ഇതാണ് വിശ്വാസം, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിന്റെ ശരീരത്തിന് ഉയർപ്പുണ്ട്, നിന്റെ ആത്മാവിന് രക്ഷയുണ്ട് എന്ന് ശിഷ്യന്മാരെ മരിച്ചുപോയ വ്യക്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ക്രിസ്തു മതം നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു മത അടിസ്ഥാനം. ഇത് മനസ്സിലാക്കണം. മറ്റു മതങ്ങളുടെ അടിസ്ഥാനം എന്താ? മറ്റു മതങ്ങളുടെ അടിസ്ഥാനം എന്താ? നിങ്ങൾ മനസ്സിലാക്കൂ. ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം എന്താ? ഒരു വ്യക്തിക്ക് മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ ബോധോദയം ഉണ്ടായി. ആ ബോധോദയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മതം നിലനിൽക്കുന്നത്. അതായത് ഒരു വ്യക്തി മരച്ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആൾക്ക് കിട്ടിയ ബോധം എന്താണോ ആ ബോധം പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്താ? ഒരു വ്യക്തി ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോൾ ആൾക്ക് കിട്ടിയൊരു വെളിപാട്, ആ വെളിപാടിന്റെ ബലത്തിലാണ് ആ മതം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം എന്താ? പല രീതിയിലുള്ള കഥകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും മഹർഷിമാർ ധ്യാനിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഞാനിതാ ഉയർത്തെഴുന്നേറ്റു, ഇതാണ് സത്യം. മരിച്ചവരിൽ നിന്ന് തിരിച്ചു വന്ന്, മരിച്ചുപോയ വ്യക്തി എഴുന്നേറ്റ് തിരിച്ചു വന്ന് പഠിപ്പിച്ചു കൊടുത്തു മരണശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അതാണ് ക്രിസ്തു മതം. ഹല്ലേലൂയ. വളരെ വ്യക്തി പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഇപ്പൊ എന്താ നമ്മുടെ വിശ്വാസം മനസ്സിലായോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിച്ചാൽ പിന്നെ ക്രിസ്തുമതം ഇല്ല. ക്രിസ്തുമതം ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ തിരുനാൾ എന്ന് പറയുന്നത് ഈസ്റ്ററാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ടേ ക്രിസ്മസ് ഉള്ളൂ. കാരണം ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർപ്പാണ്, ക്രിസ്തുവിന്റെ ഉയർപ്പ്. അത് ബ്രദറെ അങ്ങനെ പറയല്ലേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് ആർക്കറിയാം? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന തെളിവുണ്ടാകും. ഇതൊക്കെ നമ്മൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മളെ പാപ്പന്മാര് പറഞ്ഞ കാരണം കൊണ്ട് അതങ്ങോട്ട് വിശ്വസിച്ച് പോണതല്ലേ. KG ഇങ്ങനെ പഠിക്കുന്ന കാരണം പോകുന്നതല്ലേ. എന്തെങ്കിലും തെളിവുണ്ടോ യേശു ഉയർത്തെഴുന്നേറ്റത്? ബൈബിളിൽ അങ്ങോട്ട് എഴുതി വെച്ച തെളിവാവോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് യേശുവിന്റെ ഉയർപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അതിന് തെളിവുണ്ടോ എന്ന് അന്വേഷിക്കണം. എന്തൊക്കെ തെളിവ് കാണാൻ പറ്റും? ഒന്നാമത്തെ തെളിവ്, ശ്രദ്ധിക്കണേ, യേശുവിന്റെ ഉയർപ്പിന്റെ ഒന്നാമത്തെ തെളിവ് ശൂന്യമായ കല്ലറ. ഹല്ലേലൂയ. എന്താണ് ഒന്നാമത്തെ തെളിവ്? യേശുവിനെ സംസ്കരിച്ചെടുത്ത് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ കല്ലറ ശൂന്യമായി കിടക്കുന്നു. ഇതാണ് ഒന്നാമത്തെ തെളിവ്. ആ കല്ലറയ്ക്ക് കാവലുണ്ടായിരുന്നു.
എന്ന് ജീവിതകാലത്ത് പറഞ്ഞതുകൊണ്ട് ശത്രുക്കളുടെ പട്ടാളക്കാരന് കാവലുണ്ടായിരുന്നു. എന്നിട്ടും 3-ാം ദിവസം യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. ഒന്നാമത്തെ തെളിവ് മനസ്സിലായോ? ഹല്ലേലൂയ. മറ്റെന്തെങ്കിലും കാരണത്താൽ കല്ലറയിൽ യേശുവിന്റെ ശരീരം ഇല്ലാത്തതാണോ? അപ്പൊ നമ്പർ 2 അടുത്ത തെളിവ് പറയണ്ടേ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് 500 പേരുടെ സാക്ഷ്യമുണ്ട്. 500 പേരുടെ, 1-2 പേരുടെ അല്ല, 500ഓളം പേർ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായി കണ്ടു, അവനിൽ നിന്ന് പഠിച്ചു. ഇത്ര പേരുടെ സാക്ഷി? 500 പേരുടെ, 1, 2, 3 പേരുടെ അല്ല. 1-2 പേർക്ക് പൊട്ടബുദ്ധിയിൽ തോന്നിയതല്ല, ഒരു കൂട്ടം പേർക്ക് പൊട്ടബുദ്ധിയിൽ തോന്നിയതല്ല. യേശുവിന്റെ ഉയർപ്പ് കണ്ട സാക്ഷികൾ എന്ന് പറയുന്നത് 500 പേരാണ്. ഹല്ലേലൂയ. അതാണ് 2-ാമത്തെ സാക്ഷ്യം. കഴിഞ്ഞില്ല. ഒന്നാമത്തെ തെളിവ് പറഞ്ഞു ശൂന്യമായ കല്ലറ. 2-ാമത്തത് പറഞ്ഞു 500 പേരുണ്ട്. ഇനി 3-ാമത്തെ തെളിവ് എന്ന് പറയുമ്പോ, ഇതൊക്കെ ആദ്യം കണ്ട വ്യക്തി, യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം കണ്ടത് സ്ത്രീകളാണ്. മഗ്ദല മറിയം കൂട്ടരും. എന്താ കാരണം എന്നറിയാമോ? ഇത് പറയാൻ കാരണം, സ്ത്രീകളുടെ പ്രത്യേകത എന്നറിയാമോ? സ്ത്രീകൾ പറഞ്ഞാൽ യഹൂദരെ വിശ്വസിക്കില്ല. സ്ത്രീകളുടെ സാക്ഷ്യത്തിന് യഹൂദർക്കിടയിൽ വിലയില്ല. അപ്പൊ യേശുവിന്റെ ഉയർപ്പ് ആദ്യമായി കണ്ടത് മഗ്ദല മറിയും സ്ത്രീകളുമാണെന്നാണ് സാക്ഷ്യം. അപ്പൊ യഹൂദർക്ക് അത് വിശ്വസിക്കുക യോഗ്യമല്ല. എങ്കിലും അതറിയേണ്ടത്, എങ്കിലും ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം കണ്ടത് മഗ്ദല മറിയമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യത്തിന് എന്താണ് ഇന്നത്തെ വില എന്നറിയാമോ? ഒരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിശ്വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കുമ്പോൾ തെളിവുകൾ കൃത്രിമമായി പടച്ചുണ്ടാക്കും. അതായത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ശിഷ്യന്മാർ ആവശ്യത്തിന് വേണ്ടി യേശുവിനെ ഉയർപ്പിക്കുന്നു എഴുതി വെക്കാതെ കരുതുക. ബൈബിളിൽ അങ്ങനെ എഴുതണമെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിലെ ചിന്ത അനുസരിച്ച് അത് എഴുതണമെങ്കിൽ യഹൂദന്മാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അത് എഴുതുന്നത് പുരുഷന്മാർ ആദ്യം കണ്ടതായ രീതിയിൽ എഴുതിക്കൊള്ളണം. കാരണം യഹൂദന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എഴുതുന്നത്. എന്നാൽ ഇവിടെ യഥാർത്ഥ സംഭവം എന്താണോ അതേപോലെ എഴുതി എന്നതുകൊണ്ട് യഹൂദന്മാർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടായ സംഭവത്തെ അതുപോലെ തന്നെ എഴുതിയത് കൊണ്ടാണ് മഗ്ദല മറിയവും സ്ത്രീകളുമാണ് യേശുവിന്റെ ഉയർപ്പിന് സാക്ഷ്യമെന്ന് ലൂക്കാ സുവിശേഷകൻ എഴുതിയത്. ഹല്ലേലൂയ. അതായത് യഹൂദന്മാർ വിശ്വസിക്കാതിരിക്കുക എന്തിനായിക്കോട്ടെ, സത്യം പോലെ എഴുതി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വിലയുണ്ട്, അന്ന് വിലയില്ല. പക്ഷെ വിലയില്ല നോക്കിയിട്ടല്ല എഴുതുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? കാരണം ഉള്ളത് അതേപോലെ എഴുതി എന്നതിന്റെ ഒരു തെളിവാണ് സ്ത്രീകളുടെ സാക്ഷ്യമാണ് യേശുവിന്റെ ഉയർപ്പിനുള്ളത് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 3-ാമത്തെ കാര്യം മനസ്സിലായോ? 1 ശൂന്യമായ കല്ലറ, 2 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, 3 സ്ത്രീകളുടെ സാക്ഷ്യം. വിലയില്ലെന്ന് കരുതിയിട്ട് കള്ളത്തരമൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, അതുപോലെ എഴുതി വെച്ചു. 4-ാമത്തെ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നതിന്റെ 4-ാമത്തെ തെളിവ് അതും കൂടി നമുക്ക് കാണാം. എന്താണെന്നറിയാമോ? യേശു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യം നൽകിക്കൊണ്ടാണ് അപ്പോസ്തലന്മാർ മരിച്ചത്. രക്തസാക്ഷികളാകുന്നത് ഇവർ ഈ സാക്ഷ്യത്തിന്റെ പുറത്താണ്. നമ്മളൊരു കള്ളം പറയുമ്പോ നമുക്ക് നഷ്ടമുണ്ടാകാൻ വേണ്ടി കള്ളം പറയോ? ഇല്ല. നമുക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കള്ളം പറയുള്ളൂ, അല്ലേ? കള്ളം പറയുന്നത് എന്തിനാ? ലാഭം ഉണ്ടാകാൻ വേണ്ടി. നഷ്ടം ഉണ്ടാകാൻ വേണ്ടി കള്ളം പറയും നമ്മൾ ആരെങ്കിലും? ഒരിക്കലും പറയില്ല. അപ്പോസ്തലന്മാർ എന്ത് ലാഭം കിട്ടാനാണ് യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നത്? ഇതാ ചോദ്യം. അപ്പോസ്തലന്മാരെ കുറെ ആളുകൾ അപ്പോസ്തലന്മാരെ പിന്നാലെ വരുന്നു കരുതിയിട്ടാണോ? അതിന് അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളല്ലെന്നേ. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ തന്നെ കാണാൻ സാധിക്കും. പത്രോസിനെയും യോഹന്നാനെയും ജെറുസലേമിലെ യഹൂദന്മാർ പിടിച്ചുകൊണ്ടുപോയി ചാട്ട കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ നിങ്ങൾ യേശു എന്ന് വാക്കുമുണ്ടരുത് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ആരനുസരിക്കണം, ദൈവത്തെയോ മനുഷ്യരെയോ? പ്രൈസ് ദി ലോർഡ്. മരിക്കേണ്ടി വരുന്ന സമയത്ത് പോലും ഈ 500 പേരും
യേശുവിന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളത്, അവരുടെ രക്തസാക്ഷിത്വം കൊണ്ട് അവർ ആ കണ്ട സത്യത്തിന് വില കൊടുത്തു എന്നുള്ളതാണ് അപ്പസ്തോലന്മാരുടെ സാക്ഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ നമ്മൾ എന്ത് പറയുന്നത്? അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ പ്രതി ഞാൻ മരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. അതെന്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ മരിക്കാൻ തയ്യാറാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നവരുണ്ട്, പോയി ചാവേറായി പൊട്ടിത്തെറിച്ച് ചാവാൻ തയ്യാറാവുന്നവരുണ്ട്. അതൊന്നും വലിയ അർത്ഥമില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ സാക്ഷ്യം അല്ലെ അപ്പസ്തോലന്മാരാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നത്. അവർ ഈ കണ്ട കാര്യം സത്യമാണെന്നതിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യ തലമുറയുടെ സാക്ഷ്യത്തിനാണ് വില. ഹല്ലേലൂയ. അതാണ് അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വമാണ് യേശു ഉയർത്തെഴുന്നേറ്റുള്ളതിന്റെ 4ാമത്തെ തെളിവ്. ഹല്ലേലൂയ. എത്ര തെളിവ് പറഞ്ഞു? 1ാമത്തെ തെളിവ് യേശുവിന്റെ ഉയർപ്പ്. യേശുവിന്റെ ഉയർപ്പിന്റെ ശൂന്യമായ കല്ലറാണ്. 2ാമത്തത് 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. 3ാമത്തത് സ്ത്രീകളാണ് കണ്ടതെന്ന കാര്യം ആ കാലഘട്ടത്തിൽ വിശ്വാസയോഗ്യമല്ലെന്ന് കരുതിയെങ്കിലും ഉള്ള സത്യം അതേപോലെ എഴുതി വെച്ചു. അത് ഇന്ന് വിശ്വാസയോഗ്യമാണ്. 4ാമത്തെ കാര്യം അപ്പസ്തോലന്മാർ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറായി. 5ാമത്തെ കാര്യം യേശു ഉയർത്തെഴുന്നേറ്റുള്ളതിന് 5ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അത് ഇന്നത്തെ കോടതികളിൽ വരെ സ്വീകരിക്കുന്ന കാര്യമാണ്. എന്താണത്? മരണമൊഴി. മരണമൊഴി നമ്മുടെ കോടതികൾ സ്വീകരിക്കില്ലേ? ഒരു വ്യക്തി മരിക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഉത്തമ ബോധ്യമുള്ള സത്യങ്ങളാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന സത്യവിശ്വാസത്തെ പ്രതി മരണമൊഴി നൽകുന്ന അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വളരെ വ്യക്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന്റെ ഇത്രയും ദൃഢമായ ഒരു വിശ്വാസത്തിന് യേശുവിന്റെ ഉയർപ്പാണ് ക്രൈസ്തവ മക്കളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ ആർക്കോ ഗുഹയിൽ കയറിയപ്പോ കിട്ടിയ വെളിവാണോ, ആർക്കോ മരത്തിന് ചോട്ടി ഇരുന്നപ്പോ കിട്ടിയ ബോധോദയമോ അല്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസം സത്യവിശ്വാസമാണ്. ക്രിസ്ത്യാനിയുടെ വിശ്വാസം വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യമായതാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ വിശ്വാസ പ്രമാണം? നമ്മളത് പഠിക്കണല്ലോ. വിശ്വാസ പ്രമാണ രൂപകൽപ്പന ചെയ്തതിന്റെ 1700ാം വാർഷികമാണ് ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത്. നിക്കാ കൗൺസിൽ രൂപീകരിച്ചതിന്റെ 1700ാം വാർഷികം. AD 325 നിക്കാ കൗൺസിൽ കൂടിയത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം വിശ്വാസ പ്രമാണം തയ്യാറാക്കിയ കൗൺസിൽ. AD 325 വരെ എന്താ തയ്യാറാക്കാഞ്ഞേ? AD 325 വരെ മെത്രാന്മാർ ഒരുമിച്ചിരുന്ന് കൂടാനുള്ള സൗകര്യമില്ലെന്നേ. കാരണം അതുവരെ ഭരിച്ചിരുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ആ മെത്രാന്മാരൊക്കെ കൊന്നുകളയും. AD 325 നിക്കാ കൗൺസിൽ ഒരുമിച്ച് കൂടാനായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിചാരിച്ചിട്ട് നിക്കിൽ ഒരുമിച്ച് കൂട്ടിയപ്പോ ഓരോ മെത്രന്മാരെ കേറ്റക്കോമ്പുകളിൽ നിന്ന് എന്ന് പറഞ്ഞ ശവക്കുഴികളിൽ നിന്ന്, പണ്ട് കാലത്ത് കല്ലറകളിൽ ഗുഹകളിൽ കൊണ്ട് ഇടുന്ന ശവക്കല്ലറകളാണ് പറയുന്നവരെ കേറ്റക്കോമ്പുകൾ, അവിടെ നിന്ന് പട്ടിണിക്കോലങ്ങളായി മൃതപ്രായരായ ബിഷപ്പുമാരെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് നിക്കാ കൗൺസിൽ AD 325 ഒരുമിച്ച് കൂടിയിരുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ഉണ്ടാക്കുന്നത്. നിക്കാ വിശ്വാസ പ്രമാണം നമ്മൾ കുർബാനയിലൊക്കെ ചൊല്ലുന്നില്ലേ, ആ വിശ്വാസ പ്രമാണം ഉണ്ടാക്കുന്നത് അപ്പോഴാണ്. അതെന്താ ഉണ്ടാക്കാനുള്ള കാരണം മനസ്സിലാക്കണം. അപ്പസ്തോലന്മാർ എന്ത് വിശ്വസിച്ചുവോ ആ വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മെല്ലെ 3 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും വ്യതിചലിക്കാൻ ആരംഭിച്ചപ്പോൾ പഴയ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മെത്രന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതാണ് വിശ്വാസ പ്രമാണം. ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ വിശ്വാസപ്രമാണം ഏതെന്നറിയാമോ? ആദ്യത്തെ വിശ്വാസപ്രമാണം പത്രോസ്ലീഹ പറയുന്ന വിശ്വാസ പ്രമാണമാണ് ആദ്യത്തെ വിശ്വാസ പ്രമാണം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു.
വിശ്വാസ പ്രമാണം. മറ്റൊരു വിശ്വാസ പ്രമാണം ഉണ്ട്, ഏതെന്നറിയാമോ? നമ്മുടെ മാർത്തോമ നസ്രാണികളുടെ വിശ്വാസ പ്രമാണം. എന്താ? എന്റെ കർത്താവേ എന്റെ ദൈവമേ. യേശുവിനെ നോക്കി എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് രണ്ടാമത്തെ വിശ്വാസ പ്രമാണം. ഇങ്ങനെ പടിപടിയായ ഓരോ വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ട് വരിക. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതാണ് വിശ്വാസം എന്ന് പറയുക. കർത്താവ് യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇത് മറ്റൊരു വിശ്വാസ പ്രമാണമായിരുന്നു. ആദ്യകാലങ്ങളിൽ വിശ്വാസ പ്രമാണം രൂപപ്പെട്ട് വരുന്നത് ഘടനയാണ് പറയുന്നത്. പിന്നെ യേശു ക്രിസ്തു പീഡ അനുഭവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കും, നിങ്ങൾ രക്ഷ പ്രാപിക്കും. നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ വിശ്വാസം രക്ഷ പ്രാപിക്കും. ഇങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങളൊക്കെ സാവധാനം കയറി വന്ന അവസാനം അത് ഫിനിഷ് ചെയ്യുമ്പോഴാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത്. ഈ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തില് അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാണ് AD 300. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആര്യനിസം എന്ന് പറയുന്ന ഹെരസി അത് സഭയിലേക്ക് കടന്നു വന്നു. എന്താ ആര്യനിസം? യേശു വെറും പ്രവാചകൻ മാത്രമാണ്, ദൈവം മാത്രമാണ് ദൈവം. യേശു ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ മാത്രമാണ്, സൃഷ്ടിയാണ്, ദൈവമല്ല. യേശു ദൈവപുത്രനാണ്, സൃഷ്ടിയാണ്, ദൈവമല്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ആര്യനിസം. ആ ആര്യനിസത്തിനെതിരെ ക്രിസ്ത്യാനികൾ ബിഷപ്പുമാർ ഒരുമിച്ച് കൂടി അവരെടുത്ത തീരുമാനം സത്യവിശ്വാസം. അതാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. അത് രൂപപ്പെടുന്നത് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നിന്ന് സാവധാനം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ AD 150 വിശുദ്ധ ജസ്റ്റിൻ ട്രിഫോയുമായി നടത്തിയ സംവാദത്തില് തൃത്വത്തെ പറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്ത് വരും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും ചരിത്രത്തിലേക്ക് പോയാൽ തിയോഫിലോസ് എങ്ങനെയാണ് തൃത്വത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെയും മുന്നോട്ട് പോയ തർത്തുല്യൻ എന്താണ് തൃത്വം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. തിയോഫിലോസ് തിയാസ് എന്ന വാക്ക് ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്തത്. അതിനുശേഷം ഇതാ AD 325 എത്തുമ്പോൾ അത്തനേഷ്യസ് പിതാവ് എങ്ങനെയാണ് തൃത്വം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആര്യനിസത്തിന്റെ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃത്വം എന്തെന്ന് വ്യക്തമായി പഠിപ്പിച്ചപ്പോൾ അന്നുണ്ടാകുന്ന ബിഷപ്പന്മാർക്ക് എല്ലാവരും തന്നെ ഒന്നിച്ച് തീരുമാനിച്ചതാണ് നിക്യ കൗൺസിലിന്റെ തീരുമാനം, നിക്യ വിശ്വാസ പ്രമാണം. ഹല്ലേലൂയ. സർവ്വമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഏറ്റു പറയുന്ന വിശ്വാസ പ്രമാണം. 1700 കൊല്ലമായി ഈ വിശ്വാസ പ്രമാണം നമ്മൾ ദൃഢമായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. പക്ഷെ സങ്കടകരമായ കാര്യം എന്താ? നിക്കായിരിക്കുന്ന തുർക്കിയിലെ ഇന്ന് 99% പേരും തൃത്വത്തെ വിശ്വസിക്കാതെ ആര്യനിസത്തെ പുലുക്കുന്ന അതിൽ നിന്നുത്ഭവിച്ച് ഇസ്ലാം മത വിശ്വാസികളാണെന്നുള്ള കാര്യമാണ്. നിക്കായിരിക്കുന്ന തുർക്കിയുടെ സ്ഥിതി ഇതാണ്. യേശുക്രിസ്തു സൃഷ്ടിയാണെന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറയേണ്ട ആവശ്യകത എന്തെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിലുള്ള സഭയാണ് കേരളത്തിലെ മാർത്തോമ നസ്രാണികളുടെ സമൂഹം. നിക്യാസൂനകദോസില് നമുക്ക് വേണ്ടി ഒരു സുറിയാനി മെത്രാൻ ഭാരത സഭയ്ക്ക് വേണ്ടി ഒപ്പിട്ടിട്ടുണ്ട്. അത്രയും ചരിത്രം ഉൽക്കുന്ന 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകത്ത് എവിടെയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമ്മള് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പഹൽഗാം ആക്രമണം കേട്ടിട്ടുണ്ടോ? ആ ഓപ്പറേഷൻ സിന്ധുവിന് കാരണമായ പഹൽഗാം ആക്രമണത്തിൽ ഒരു വ്യക്തി, ഒരു ഭീകരൻ തോക്ക് ചൂണ്ടി ഓരോരുത്തരെ നീ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു. ആണെന്ന് പറഞ്ഞാൽ കലിമ ചൊല്ലാൻ പറയുന്നു. എന്താ കലിമ ചൊല്ലാന്ന് അറിയാം? നസ്രാണിയുടെ കലിമ ചൊല്ലാൻ പറഞ്ഞാൽ നസ്രാണി എന്ത് ചൊല്ലും? അത് നിങ്ങൾ ചോദിക്കുകയാണെന്ന്. കലിമ ചൊല്ലിയേ, നസ്രാണിയുടെ ക്രിസ്ത്യാനിയുടെ കലിമയൊന്ന് ചൊല്ലിയേ. നീ ക്രിസ്ത്യാനിയാണെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചൊല്ലും? വിശ്വാസ പ്രമാണം ചൊല്ലണം. അതാണ് കലിമ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഒരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ അവൻ മിനിമം വിശ്വാസ പ്രമാണം അറിയണത്.
അങ്ങനെ ക്രിസ്ത്യാനി മിനിമം അറിഞ്ഞിരിക്കണ്ട എന്താ നിന്റെ വിശ്വാസം എന്ന് ചോദിച്ചാൽ എന്റെ വിശ്വാസം ഇതാണ് ബ്രദറെ, വിശ്വാസ പ്രമാണം. അത്രേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞു. അതാണ് എന്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും ബ്രദറെ? അതിപ്പോ എന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിനക്ക് നല്ലത്, എന്റെ വിശ്വാസം എന്റെ ശരി. ഓരോർക്കും ഓരോ വിശ്വാസമല്ലേ. എല്ലാവരും വിശ്വാസം അവരാരും രക്ഷിക്കട്ടെ. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യം ഇതല്ലേ, വിശ്വാസം ഇന്നതാണെന്ന് പറയുമ്പോൾ പറയും അതൊക്കെ നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. അങ്ങനെയല്ല. ലോകത്ത് ഉള്ള എല്ലാ കത്തോലിക്കരും വിശ്വസിക്കുന്നത് ഒരു വിശ്വാസമാണ്. ലോകത്തുള്ള എല്ലാ ഓർത്തഡോക്സരും വിശ്വസിക്കുന്നതും അതേ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പറയുന്ന പേരാണ് വിശ്വാസ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നിത്യമായി രൂപപ്പെട്ട വിശ്വാസ പ്രമാണം. ലോകത്തുള്ള എല്ലാ അപ്പസ്തോലിക ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഒരു വിശ്വാസമാണ്. അതാണ് നാം ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണം. അതാണ് പൗലോസ് ഇപ്രകാരം പറഞ്ഞത്, ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനം. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ക്രിസ്ത്യാനിക്ക് ഒരു വിശ്വാസം, അത് വിശ്വാസപരമാണ്. ഒരു കർത്താവ്, നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. ഒരു സ്നാനം, ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ കുദാശകൾ 7. ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനിക്കും, എല്ലാ കത്തോലിക്കനും ഒരൊറ്റ വിശ്വാസപരമാണേ ഉള്ളൂ. അമേരിക്കയിലുള്ള വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനിയും വിശ്വസിക്കണം. അതുപോലെ തന്നെ യൂറോപ്പിലുള്ളവരും വിശ്വസിക്കണം. അതുപോലെ തന്നെ ആഫ്രിക്കക്കാരനും വിശ്വസിക്കണം. അത് എന്ത് വിശ്വാസമാണ്? ഒറ്റവാക്കി പറഞ്ഞാൽ വിശ്വാസ പ്രമാണം. അത് രൂപീകരിച്ചതിന്റെ 1700-ാം വാർഷികമാണ് 2025 നാം ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ നിത്യവിശ്വാസ പ്രമാണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു ദൈവം, പരിശുദ്ധത്വം, അതാണ് ഒരു കർത്താവ്, ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തുള്ള എല്ലാ കത്തോലിക്കർക്കും ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു മാമോദീസ, ഒരു സൈർലേപനം, ഒരു കുമ്പസാരം, ഒരു കുർബാന. ഇവിടെ നമ്മൾ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അതേപോലെ കത്തോലിക്കനായ മറ്റൊരു അച്ഛൻ്റെ അടുത്ത് അമേരിക്കയിൽ പോയി കുമ്പസാരിച്ചാലും അത് വാലിഡ് ആണ്. ഇവിടെ കുർബാന ചെല്ലുന്ന അച്ഛൻ്റെ അടുത്ത് അതേപോലെ തന്നെ അമേരിക്കയിൽ പോയി കുർബാന ചൊല്ലിയാലും, ആ അച്ഛൻ കുർബാന ചൊല്ലിയാലും, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിച്ചാലും അതും വാലിഡ് ആണ്. ഒരേ കുദാശ, ഒരേ സ്നാനം. അതിനർത്ഥം അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 പ്രമാണങ്ങൾ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനിക്കും ഒന്ന് തന്നെയാ. അമേരിക്കയിലുള്ള ക്രിസ്ത്യാനി റോമൻ കത്തോലിക്കൻ കല്യാണം കഴിക്കുന്നതും, ഈ കേരളത്തിലുള്ള റോമൻ കത്തോലിക്കൻ കല്യാണം കഴിക്കുന്നതും, ആഫ്രിക്കയിലുള്ള കത്തോലിക്കൻ കല്യാണം കഴിക്കുന്നതും ഒരേ വാലിഡിറ്റിയാണ്, ഒരേ കൽപ്പനയാണ്, ഒരേ പ്രമാണമാണ്. ആണും പെണ്ണും കല്യാണം കഴിക്കാൻ പാടും, പെണ്ണും കല്യാണം കഴിക്കാൻ പാടും. കത്തോലിക്ക സഭയിൽ ജർമ്മനിയിൽ ആണും പെണ്ണും കല്യാണം കഴിക്കാം, കേരളത്തിൽ പറ്റില്ല. ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഒരേ പ്രമാണമേ ക്രിസ്ത്യാനിക്കുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ കുദാശകളുടെ ആഘോഷം അത് വ്യത്യാസമുണ്ട്. ലിറ്റർജിയിലെ ആഘോഷം, കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് ലാറ്റിൻ സഭയിൽ ഒരു രീതിയിലാണ്, സീറോ മലബാർ സഭയിൽ ഒരു രീതിയിലാണ്. അത് ഓരോ റീത്ത് അനുസരിച്ച് മാറാം. പ്രാർത്ഥനാ രീതി അതും മാറാം. ഇഗ്നേഷ്യസ് ലയോളയുടെ രീതി ആയിരിക്കില്ല, ഫ്രാൻസിസ് അസീസിയുടെ രീതി അതായിരിക്കില്ല, കരിസ്മാറ്റിക് രീതി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന രീതിയും മാറാം. ഹല്ലേലൂയ. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ പ്രമാണത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ആഴത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.